ശ്രീ എം ജയചന്ദ്രൻ, അടൂർ പ്രകാശിന്റെ പ്രതികരണം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇതിലൊരു പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, സർക്കാർ നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, സർക്കാർ അനുകൂലമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനായി ചില പ്രത്യേക ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഉൾപ്പെടെയുള്ളവർ ബലിയാടാകുന്നത് എന്ന തരത്തിലേക്കാണ്. എന്തായാലും കോൺഗ്രസ് പ്രതിരോധിക്കുന്നതിനായി ആ വാദഗതികളൊക്കെ നിരത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ശ്രീ എം ജയചന്ദ്രൻ, കടകംപള്ളി കുടുങ്ങുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. കൂടുതൽ ചിത്രങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആദ്യം വളരെ അസ്വാഭാവികമായി ഒന്നുമില്ലല്ലോ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ താൻ ആരോടെങ്കിലും ഒപ്പം നിൽക്കുന്ന ചിത്രം എടുത്തത് എന്ന് പറയുന്നിടത്ത് നിന്ന് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരെ പോറ്റിയും കടകംപള്ളിയുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായ കരങ്ങളുണ്ട് CPM നേതാക്കളുടേത് എന്നുകൂടി വ്യക്തമാകുകയല്ലേ? അല്ല, താങ്കൾ പറയുന്ന പോലെ CPM കാര്യങ്ങളുണ്ടെങ്കിൽ SIT അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെന്നേ. ഇതിലാരെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ? അന്വേഷിക്കരുതെന്ന്, ചോദ്യം ചെയ്യരുതെന്ന്. പിന്നെ അങ്ങനെ ഒരു ഈ നിഷേധത്തിന്റെയോ അല്ലെങ്കിൽ ആരോപണത്തിന്റെയോ ഒരു ചാൻസും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് ആവശ്യമായ ഏത് തരത്തിലും ആരെയും ചോദ്യം ചെയ്യാൻ അന്വേഷണം നടത്താം. ഇപ്പൊ ഇവിടെ പ്രശ്നം അതല്ല, ഒതുക്കി തീർക്കുമോ അന്വേഷണം എന്നുള്ളതാണ് നിങ്ങളുടെ ഡിബേറ്റിന്റെ ഹെഡിങ് ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ ഒതുക്കി തീർക്കുമോ അന്വേഷണം എന്നുള്ള ഈ ഡിബേറ്റിൽ ഇപ്പോ RV ബാബുവും റെജിനും സംസാരിച്ചു കഴിഞ്ഞു. രണ്ടുപേരുടെയും ഇക്കാര്യത്തിലുള്ള നിലപാട് നിങ്ങളുടെ ചർച്ചയുടെ ഡിബേറ്റിന്റെ ഹെഡിങ് ഈ ഒതുക്കി തീർക്കുമോ അന്വേഷണം എന്ന കാര്യത്തിലുള്ള നിലപാട് അവരിതുവരെ പറഞ്ഞിട്ടില്ല. RV ബാബു ഒരു പരിധിവരെ SIT നിരാകരിച്ചു എന്നുള്ളത് അദ്ദേഹം നിലപാട് പറയുന്നില്ല. അതെങ്കിലും കോൺഗ്രസിന്റെ നിലപാടെന്താ കാര്യത്തിൽ അത് പറയുന്നില്ല. അതല്ലേ താങ്കൾ ചോദിക്കേണ്ടിയിരുന്നത് മറ്റേ രണ്ടുപേരോട്, എന്താണ് നിങ്ങളുടെ നിലപാട്? അത് താങ്കൾ ഇതുവരെയും ചോദിച്ചിട്ടില്ല. പക്ഷെ CPM-ന് ആശങ്കയുണ്ടോ, കുഴപ്പത്തിലാകുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. CPM-ന് ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുമോ SIT-യുടെ അന്വേഷണത്തെ? നിയന്ത്രിക്കാൻ കഴിയും? എന്തെങ്കിലും അധികാരമുള്ളത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മാത്രമാണ് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. അവർക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല ഇന്ന തരത്തിൽ അന്വേഷണം നടത്തണമെന്ന്. അപ്പോൾ വളരെ സ്വതന്ത്രമായ ജുഡീഷ്യറി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ഇപ്പം നടന്നു വരുന്നത്. അതിനെ ആ രൂപത്തിൽ കാണാൻ ശ്രമിക്കാതെ CPIM വിറച്ചു പോകുമോ, ബാക്കിയുള്ളവർ വിറയ്ക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലേക്ക് ഒരു ആങ്കർ കൊണ്ടുപോകുന്നത് ശരിയല്ല. അത് പാനലിസ്റ്റുകൾക്ക് പറയാം, അത് അവരവരുടെ നിലപാട് പറയാം. പക്ഷെ അവരുടെ നിലപാട് അവർ പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. അതാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒന്ന് ചില കാര്യങ്ങൾ കൂടി ചോദിക്കുന്നില്ല അവരോട്. ശരിയല്ല, താങ്കളോട് ഈ വിഷയം സംബന്ധിച്ച കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. ഒതുക്കി തീർക്കുന്നോ അന്വേഷണം എന്ന് ഉദ്ദേശിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ നമ്മുടെ ഭരണ സംവിധാനം, സർക്കാർ എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ ഈ ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനം SIT തുടരുന്നത് എന്നുള്ളതാണ്. തന്ത്രി കഴിഞ്ഞ് എങ്ങും എത്താതെ നിൽക്കുന്ന അന്വേഷണം, കുറ്റപത്രം ഉൾപ്പെടെയുള്ളത് വൈകുന്ന അന്വേഷണം, അതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ച പ്രതികൾ ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങുന്ന സാഹചര്യം, ഇതൊക്കെ തന്നെയാണ് ചർച്ചാ വിഷയമായത്. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ മറ്റ് അതിഥികളോടും ചോദിച്ചത്. അവർ അവരുടെ അഭിപ്രായം വ്യക്തമാക്കിയതും. ശ്രീ എം ജയചന്ദ്രൻ, അല്ല, SIT ഇരുട്ടി തപ്പുന്നാണ് നിങ്ങളുടെ ആക്ഷേപമെങ്കിൽ അത് വ്യക്തമായി വിശദീകരിച്ചിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. SIT ഇരുട്ടി തപ്പുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഇൻട്രോയിലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പറയുന്നത്. ഇനി എനിക്ക് പറയാമല്ലോ, മറുപടി പറയാമല്ലോ. അത് SIT ഇരുട്ടി തപ്പുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി നേരിട്ട് തന്നെ പറയാം. അതിന്റെ തെളിവാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. രാജീവ് ചന്ദ്രശേഖർ, തന്ത്രസമാജം, വിശ്വഹിന്ദു പരിഷത്ത് 3 പേർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിന്മേൽ ഹൈക്കോടതി അഭിപ്രായം പറഞ്ഞല്ലോ. എന്നിട്ടെന്താ ഒന്നും മിണ്ടാത്തത് അതിനെപ്പറ്റി? RV ബാബു എന്താ അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്തത്? SIT രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തല്ലോ. എന്താണ് CBI അന്വേഷണം വേണ്ട, വിശദമായ വാദങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്, പക്ഷെ CBI അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതെന്താണ് ആങ്കർ പറയാത്തത്? അതെന്താണ് RV ബാബു പറയാത്തത്? അത് പറയേണ്ടതല്ലേ? CBI അന്വേഷണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം, ആ അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ചർച്ചയില്ല. കാര്യം നിങ്ങളുടെ താല്പര്യങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ആ പരാമർശം അടുക്കുന്നില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുക. അതല്ല,
അതല്ല, നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ, ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പരാമർശിച്ച് പോകണം. അതാണ് അതിന്റെ ശരിയായ ഒരു ഡിബേറ്റിംഗ് ഫോക്കസ്, അല്ലെങ്കിൽ ഡിബേറ്റിംഗ് ഡെക്കോറം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ അഭിപ്രായമാണ്. ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ വരികയോ അഭിപ്രായം പറയാൻ വരികയോ ഒന്നുമല്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. അതാണ് വേണ്ടത്. അല്ല, ശരിയല്ല. ഞാനൊന്ന് താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് തീർത്തോട്ടെ, അതിനെ അനുവദിക്കുക ദയവായി. ഇവിടെ ഈ ഇതുവരെ ഉണ്ടായിരുന്നത് എന്താണ്? CPM-ന്റെ ബോർഡ് പ്രസിഡന്റുമാര്, CPM-ഉം CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നിയോഗിച്ച ബോർഡ് അംഗങ്ങൾ, അവരുൾപ്പെടെയുള്ളവർ അകത്താണ്. ചിലര് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂജ അടക്കമുള്ളവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മറ്റു ചില ഉദ്യോഗസ്ഥർ, ഇപ്പം മുരാരി ബാബുവിനെ പോലുള്ള കോൺഗ്രസ് സംഘടനാ നേതാക്കന്മാർ, അവരെ പോലുള്ളവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നടക്കണം. പക്ഷെ ഇതാദ്യമായിട്ടാണ്, ഈ കേസിൽ ഇതാദ്യമായിട്ടാണ് UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിന്റെ റഡാറിലേക്ക് വരുന്നത്. വെറുതെ വരികയല്ല. അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള 2 തവണ MP ആയ, ഇപ്പോഴും MP ആയി തുടരുന്ന UDF കൺവീനറായ അടൂർ പ്രകാശിനാണ് ഇന്നലെ ചോദ്യം ചെയ്തത്. 2.5 മണിക്കൂറെന്നും 3 മണിക്കൂറെന്നും 2 അഭിപ്രായമുണ്ട്. അപ്പൊ ഞാൻ കുറഞ്ഞത് നിൽക്കുന്നു, 2.5 നിൽക്കുന്നു. 2.5 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്താണ് ചോദ്യം ചെയ്തത്? റജിൻ ഇവിടെ അവകാശപ്പെടുന്നത് ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ച് ചോദിച്ചു. ചില പടങ്ങൾ കാണിച്ച്, ഇത് താങ്കളുമായിട്ടുള്ള പടമല്ലേ, ഇത് ശരിയാണോ തെറ്റാണോ ഒക്കെ ചോദിച്ചു. എത്ര നേരം? 2.5 മണിക്കൂർ. ഞാൻ 3ലേക്ക് പോകുന്നില്ല കേട്ടോ, 2.5 ഉറച്ചു നിൽക്കുക. 2.5 മണിക്കൂർ 2 പടങ്ങൾ കാണിച്ച് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മളെല്ലാവരും, കേരളം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നു. കുഴപ്പമില്ല. അതിനുശേഷമോ അദ്ദേഹം മറ്റേ പത്തനംതിട്ടയുടെ സ്വന്തം MP ആന്റോ ആന്റണി പത്രസമ്മേളനം നടത്തി ഇന്നലെ പറഞ്ഞ എന്താണ്? തികഞ്ഞ വൈരുദ്ധ്യം. മറ്റൊന്നുമല്ല, ആന്റോ ആന്റണി ഇന്നലെയും പറയുകയാണ്, ഞാൻ സോണിയാഗാന്ധിയെ പോറ്റിയായിട്ട് പോയി കണ്ട വർഷം ഏതാണ്? ഇന്നലെയും ആന്റോ ആന്റണി പറയുന്നു 2013. അടൂർ പ്രകാശ് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് 2019 താൻ ആദ്യമായിട്ട് MP ആയതിനു ശേഷമാണ് തന്റെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽപ്പെട്ട വോട്ടറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നു, ചെല്ലാൻ പറയുന്നു, ചെല്ലുന്നു. അപ്പൊ അടൂർ പ്രകാശ് പറയുന്നത് 2019 താൻ സോണിയാഗാന്ധിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ പോയത്. അതേ സംഘത്തിലുണ്ടായിരുന്ന ആന്റോ ആന്റണി പറയുന്നു പോയത് 2013. അവിടെ തന്നെ തികഞ്ഞ വൈരുദ്ധ്യമല്ലേ? ഈ വൈരുദ്ധ്യത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഞാൻ റെജിൻ അല്ല ചോദിക്കുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലല്ലോ പറയാൻ. അപ്പൊ അവിടെ തന്നെ തുടങ്ങുന്നുണ്ട് വൈരുദ്ധ്യം. ഈ പണത്തിന്റെ ഇടപാടൊക്കെ വേറെ, അതൊക്കെ പുറകെ വരുന്നുണ്ടല്ലോ. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, കാര്യം അതിന് സമയമില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ താങ്കൾ ചോദിച്ചത് കടകംപള്ളിയെ ആവർത്തിച്ച് ഒരു പ്രാവശ്യം ചോദ്യം ചെയ്ത്, ഇനി ചോദ്യം ചെയ്യാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുള്ള എന്റെ തെളിവുകൾ, ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്യണമെന്നേ. ചോദ്യം ചെയ്യരുത് എന്ന് ആരെങ്കിലും പറയുമോ? ഞാൻ ഒരു കാരണവശാലും പറയില്ല. മറ്റാര് പറഞ്ഞ ശരി, ഞാൻ പറയില്ല. അങ്ങനെ അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിശ്ചയമായും കണിശമായും കടകംപള്ളി സുരേന്ദ്രനെ ഇനിയും ചോദ്യം ചെയ്യണം. ഒരു സംശയവും വേണ്ട. അത് ആരാണെങ്കിലും ചെയ്യണം. അതല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ കൂടുതൽ വ്യക്തത വരുന്നത്. ഇനി നാളത്തെ പ്രത്യേകത എന്താ? നാളെ കോംപ്രഹെൻസീവ് ഒരു പദം കൂടെ, 2 പദങ്ങളാണ് ഡിവിഷൻ വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നത്. അത് കൊടുക്കണം. സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് നാളെ കൊടുക്കേണ്ടതുണ്ട്. അത് നല്ല ഉച്ചയുമ്പോഴത്തേക്ക് നമ്മളെ അത് കിട്ടുമല്ലോ, എന്ത് റിപ്പോർട്ടിനുള്ളത്. നമ്മളിൽ കൂടുതൽ വിവരങ്ങൾ 201 പേരെയാണ് ഇപ്പോൾ ഇതിനാണ് സാക്ഷി മൊഴികൾ എടുത്തിട്ടുള്ളത്. അതിനകത്തുള്ള കാര്യങ്ങൾ കൂടുതൽ സാക്ഷികളെ അതെല്ലാം 2019 21 സാക്ഷി മൊഴികൾ എന്ന് പറയുന്നത്. നാളെയാകുമ്പോഴേക്കും കൂടുതൽ സാക്ഷികളെ വിസ്തരിച്ചിട്ട് നമുക്കറിയില്ല. അത്രയും വലിയ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും വേണം. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നാളെ വരുന്നുണ്ട്. അപ്പൊ ആരെയാണ് ഒരു ചോദ്യം ചെയ്യട്ടെ? ഇത് കോൺഗ്രസ്സുകാരെന്നോ CPM-കാരെന്നോ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരെന്നോ